കനത്ത മഴയിൽ കോടഞ്ചേരി ഈരൂട്ട് റോഡിൽ മണ്ണിടിച്ചിലെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. സമീപത്തെ റബ്ബർ തോട്ടത്തിന് മുകളിൽ ഭാഗത്തുള്ള കുന്നിടിഞ്ഞ് മണ്ണും കല്ലും റോഡിലേക്ക് പരന്നൊഴുകി. ഗണപതി പ്ലാക്കൽ ടോമിൻ്റെ ഉടമസ്ഥതയിലുള്ള തോട്ടത്തിലാണ് മണ്ണിടിഞ്ഞത്. മണ്ണിടിഞ്ഞ സമയത്ത് തോട്ടത്തിലോ പരിസര പ്രദേശങ്ങളിലോ ജനങ്ങൾ ഇല്ലാത്തതിനാൽ വൻ അപകടമാണ് അവിടെ ഒഴിവായത്. രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുൽ, ഈ പ്രദേശത്തൊക്കെ എങ്ങനെയാണ് മഴയുടെ തോത്? എങ്ങനെ ഈ മണ്ണിടിച്ചിലുണ്ടാകുന്ന പ്രദേശങ്ങൾ അവിടെ എത്രത്തോളം ജാഗ്രതയുണ്ട്? ഒരു അപകടസ്ഥിതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? മഴ ഇപ്പോൾ ഉണ്ടോ അവിടെ? പ്രജീഷ്, ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ കോഴിക്കോട് ജില്ലയിൽ തോർന്നിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് ശക്തി കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ എങ്കിലും മഴ മാറി നിൽക്കുന്നില്ല എന്നതാണ് പൊതുവെയുള്ള സ്ഥിതി. സർവ്വ മേഖലയിലും വലിയ രീതിയിൽ തന്നെ നാശനഷ്ടവും മഴക്കെടുതിയും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മൾ പറഞ്ഞ കോടഞ്ചേരിയിലുണ്ടായ ഈ മണ്ണിടിച്ചിൽ എന്നത്. കോടഞ്ചേരി ഈരൂട് റോഡിലാണ് മണ്ണിടിച്ചിൽ. അതായത് ഒരു റബ്ബർ തോട്ടമാണ്. അതിൻ്റെ ഉയർന്ന മുകൾ ഭാഗത്ത് നിന്നാണ് വലിയ അളവിൽ മണ്ണും പാറക്കല്ലുകളും ഒക്കെ തന്നെ താഴ്ഭാഗത്തേക്ക് ഇടിഞ്ഞ് വരികയും ചെയ്തത്. മീറ്ററുകളോളം താഴേക്കാണ് ഇത് ഒലിച്ചിറങ്ങി വന്നത്. വലിയ അളവിൽ മണ്ണും ഒലിച്ച് താഴ്ഭാഗത്തേക്ക് ഇറങ്ങി. ഈ തോട്ടത്തിലോ അല്ലെങ്കിൽ റോഡിൻ്റെ പരിസരത്തോ തന്നെ ആളുകളില്ലായിരുന്നു ഈ സമയത്ത് എന്നതുകൊണ്ട് വലിയ ആശ്വാസം. അപകടം ഒഴിവായി, ആർക്കും തന്നെ പരിക്കില്ല എന്നുള്ളതാണ്. ആ മേഖലയിൽ പക്ഷേ ഗതാഗത തടസ്സം തുടരുക കൂടിയാണ്. ഈ ജില്ലയിൽ പല സ്ഥലങ്ങളിൽ താഴ്ന്ന മേഖലകൾ വെള്ളത്തിലടിയിലാണ്. പ്രത്യേകിച്ച് ഈങ്ങാപ്പുഴ ദേശീയപാതയിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള റോഡുകൾ ആശ്രയിക്കേണ്ടതായി വരുന്നുണ്ട് ഗതാഗതത്തിന് വേണ്ടി. അപ്പോൾ ഇവിടെ മണ്ണിടിഞ്ഞ് ഉള്ള തടസ്സങ്ങളും വലിയ പ്രയാസമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 4 ഏക്കറോളം സ്ഥലത്തെ മണ്ണാണ് ഒലിച്ച് മഴയിൽ താഴേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുള്ളത്. പ്രതിഷേധത്തിൽ ആശ്വാസകരമായ കാര്യം, ആർക്കും പരിക്കൊന്നും ഈ സമയത്ത് ഏറ്റിട്ടില്ല എന്നത് തന്നെയാണ്. ശരി, അതാണ് KV രാഹുൽ അവിടെ നിന്നും തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു.